ഓക്കെ, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻ. അപ്പം എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട എന്താണ് ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം. ഗോൾസ്: സാമ്പത്തിക വളർച്ച. എന്തിനാണ് നമ്മൾ പറയുന്നത്? പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. സാമ്പത്തിക വളർച്ചയുണ്ട്. ഓക്കെ, സാമ്പത്തിക വളർച്ച. അതുപോലെ ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ, അല്ലെ, സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ് ആൻഡ് സമത്വം, ഇക്വിറ്റി, ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ ഒരു പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം ആൻഡ് സമത്വം. ഓക്കെ, അടുത്തത്. എല്ലാ പഞ്ചവത്സര പദ്ധതികളും എല്ലാ ലക്ഷ്യങ്ങൾക്കും ഒരേ പ്രാധാന്യം നൽകുന്നു എന്നത് അർത്ഥമാക്കുന്നില്ല. വിഭവങ്ങൾ പരിമിതമായതിനാൽ ഓരോ പദ്ധതിയുടെയും മുഖ്യ പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ അർഹിക്കുന്ന ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പദ്ധതി നയങ്ങൾ അതിന്റെ ലക്ഷ്യങ്ങൾക്ക് എതിരാകുന്നില്ല എന്ന് ആസൂത്രകർ കഴിയാവുന്നത്ര ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പദ്ധതിയുടെ ഈ ലക്ഷ്യങ്ങളെ കുറിച്ച് വിശദമായി പഠിക്കാം. എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് ലക്ഷ്യം എന്തായിരുന്നു? വളർച്ചയായിരുന്നു, അല്ലെ? വളർച്ച. ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ വർധനവ്, അല്ലെ? ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ വർധനവിനെയാണ് വളർച്ച. ഓക്കെ, അപ്പൊ ഇതൊരു സാമ്പത്തിക വളർച്ചയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഉൽപാദന സജ്ജമായ മൂലധനത്തിന്റെ വിപുല ശേഖരമോ ബാങ്കിംഗ്, ഗതാഗത സൗകര്യം തുടങ്ങിയ പിന്തുണ സംവിധാനങ്ങളുടെ വ്യാപ്തിയോ അല്ലെങ്കിൽ ഉൽപാദന സജ്ജമായ മൂലധനം, സേവനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമതയിൽ ഉണ്ടാകുന്ന വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ഗ്രോത്ത് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്, അതായത് GDP-യിൽ ഉണ്ടാകുന്ന സ്ഥിരതയുള്ള വളർച്ച സാമ്പത്തിക വളർച്ചയുടെ ഒരു നല്ല സൂചകമാണ്. GDP-യിൽ ഉണ്ടാകുന്ന സ്ഥിരതയുള്ള വളർച്ച എന്നിവ സൂചകമാണ് സാമ്പത്തിക വളർച്ചയുടെ ഒരു നല്ലൊരു സൂചകമാണ്. മൊത്തം ആഭ്യന്തര ഉൽപാദനം എന്നത് ഒരു വർഷം, എന്താണ് ആഭ്യന്തര ഉൽപാദനം, അല്ലെ? ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നത് GDP ആണ്, അല്ലെ? ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് സാധനങ്ങളുടെ, സേവനങ്ങളുടെ എന്താണ് വിപണി മൂല്യം, അല്ലെ? മൊത്ത ആഭ്യന്തര ഉൽപാദനത്തെ നമുക്ക് ഒരു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്, അല്ലെ? GNP എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെ സേവനങ്ങളുടെ വിപണി മൂല്യം. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തെ ഒരു കേക്കായും സാമ്പത്തിക വളർച്ച കേക്കിന്റെ വലുപ്പത്തിലുണ്ടാകുന്ന വർധനവായും സങ്കല്പിച്ചു നോക്കും. അപ്പൊ അതൊരു എക്സാമ്പിൾ പോലെ. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നത് പോലെ ഇന്ത്യയിലെ ജനങ്ങൾ കൂടുതൽ സമ്പന്നവും വൈവിധ്യവുമായ ജീവിതം അനുഭവിക്കണമെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ കൂടണം, ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഒരു സമ്പദ്ഘടനയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ലഭിക്കാവുന്നത് എന്നൊക്കെയായിരിക്കും? കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല എന്നിവിടങ്ങളിൽ നിന്നാണ്. ഓക്കെ, ഈ മൂന്ന് മേഖലകളിൽ നിന്നുള്ള സംഭാവനയാണ് സമ്പദ്ഘടനയുടെ അതിനൊരു സ്ട്രക്ചർ കൊടുക്കുന്നത്. ചില രാജ്യങ്ങൾ കാർഷിക മേഖല മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ സംഭാവന ചെയ്യുമ്പോൾ മറ്റു ചില രാജ്യങ്ങൾ സേവന മേഖലയ്ക്കായിരിക്കും മുൻതൂക്കം, അല്ലെ? ചില സ്ഥലത്ത് കൃഷിയായിരിക്കാം, പക്ഷെ ചില സ്ഥലത്ത് എന്ത് തന്നെയാണ്? ഓക്കെ, സേവന മേഖലയിൽ. ഇപ്പൊ മഹലനോബിസിന്റെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. മഹലനോബിസ് നമുക്കറിയാം, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി, അല്ലെ? അപ്പം ഒരു പ്രധാന ആളാണ് പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. ആസൂത്രണം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി മുതലാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി മുതലാണ്. രണ്ടാം. മഹലനോബിസിന്റെ വികസനം, അതായത് മഹലനോബിസ് മോഡൽ എന്നൊക്കെയാണ് പറയുന്നത്, അല്ലെ? മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയായി പരിഗണിക്കുന്നു. അദ്ദേഹത്തിന്റെ ജനനം കൽക്കട്ടയിലായിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രസിഡൻസി കോളേജിലും ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. അങ്ങനെ പ്രശസ്ത ശാസ്ത്രജ്ഞരുടെ സംഘടനയായ ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. ഓക്കെ, അത് സമൂഹത്തിലെ അതിപ്രശസ്തരായ ശാസ്ത്രജ്ഞർക്ക് മാത്രമേ ഈ ഒരു റോയൽ സൊസൈറ്റിയിൽ അംഗത്വം ലഭിച്ചിരുന്നുള്ളൂ.
അതുപോലെ അദ്ദേഹം എന്ത് ചെയ്തു? കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സാംഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ ജനറൽ PSCയിൽ നോക്കുന്ന കാര്യങ്ങളൊക്കെ തരും. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് മഹലനോബിസ് ഇന്ത്യയിലെയും വിദേശത്തെയും നിരവധി സാമ്പത്തിക ശാസ്ത്രജ്ഞരെ എന്ത് ചെയ്തു? ഇന്ത്യൻ സാമ്പത്തിക വികസനത്തെക്കുറിച്ച് അതിന്റെ ഉപദേശകരാവാൻ ക്ഷണിച്ചിരുന്നു അല്ലെ? അങ്ങനെ എന്താണ്, ഇതിൽ പലരും പിന്നീട് നൊബേൽ സമ്മാന ജേതാക്കളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു മഹലനോബിസ് മോഡലിനെ വിമർശിക്കുന്ന എക്കണോമിസ്റ്റുകൾ പോലും അതിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് ധാരാളം സാമ്പത്തിക ശാസ്ത്ര മഹലനോബിസ് രൂപ നൽകിയ സമീപനത്തെ വിമർശിക്കുന്നെങ്കിലും ഇന്ത്യയിൽ സാമ്പത്തിക വികസനത്തിന്റെ പാതയിലെത്തിക്കുന്നതിന് അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമാണ്. ഓക്കെ, അതുപോലെ സാങ്കേതിക ശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയെ ഇവർ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഇനി നോക്കാം, എന്താണ് സേവന മേഖലയുടെ ഒരു പ്രാധാന്യം. ഒരു രാജ്യം വികസിക്കുന്നതോടെ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നു. ഇന്ത്യയുടെ കാര്യത്തിൽ ഈ ഘടനാപരമായ മാറ്റം ഒരു സവിശേഷ രീതിയാണ് അല്ലെ? വികസനത്തോടുകൂടി കാർഷിക മേഖലയുടെ വിഹിതം കുറയുകയും ഇപ്പോഴത്തെ സ്ഥിതിയാണ്. ഇപ്പൊ വികസനത്തോടുകൂടി എന്താണ്, കാർഷിക മേഖലയിലെ വിഹിതം കുറയുകയും വ്യാവസായിക മേഖല പ്രാമുഖ്യം ആർജിക്കുകയുമാണ് പതിവ്. വികസനത്തിന്റെ ഉയർന്ന തലങ്ങളിൽ എത്തുമ്പോൾ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ സേവന മേഖലയുടെ സംഭാവന മറ്റു രണ്ട് മേഖലകളേക്കാൾ കൂടുന്നു. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ എന്താണ്, സേവന മേഖലയാണ് കൂടുതലായിട്ട് ഈ ഒരു സാമ്പത്തിക കാര്യത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപാദനത്തിൽ കോൺട്രിബ്യൂഷൻ കൂടുതൽ, സംഭാവന കൂടുതൽ നൽകുന്നത് സേവന മേഖലയാണ്. ഓക്കെ, ഒരു ദരിദ്ര രാഷ്ട്രത്തിൻ്റെതുപോലെ ഇന്ത്യയിൽ GDP-യിലേക്കുള്ള കാർഷിക മേഖലയുടെ വിഹിതം 50% കൂടുതലായിരുന്നു. എന്നാൽ 1990ഓടുകൂടി എന്ത് ചെയ്തു? ഇതിലുള്ള വിഹിതം ഒരു വികസിത രാഷ്ട്രത്തിന് സമാനമായി കാർഷിക വ്യവസായ മേഖലകളെക്കാളും വർദ്ധിച്ച് 40.59% സേവന മേഖലയുടെ എന്താണ് ആ ഒരു സംഭാവന വളരെ വലുതാണ്. സേവന മേഖലയുടെ വിഹിതത്തിന്റെ വർധന 91 ശേഷം വളരെ ത്വരിതഗതിയിലായി. ഓക്കെ, അപ്പം ഇപ്പോൾ സേവന മേഖലയാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി അടുത്ത ലക്ഷ്യമാണ് ആധുനികവൽക്കരണം അല്ലെ? പഞ്ചവത്സര പദ്ധതി അടുത്ത ലക്ഷ്യം മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. ചരക്കുകളുടെ സേവനങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഉൽപാദകർ എന്നിവ പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതാണ് മോഡേണൈസേഷൻ അല്ലെ? ഒരു കർഷകന് പഴയ വിത്തിന് പകരം എക്സാമ്പിൾ ആണ്, പുതിയ വിത്തിനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ കൃഷി സ്ഥലത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അതൊരു പുതിയ സാങ്കേതിക വിദ്യ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫാക്ടറിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പുതിയ പുതിയ യന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്താം അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു പുത്തൻ സാങ്കേതിക വിദ്യയാണ്. ഇതിനെയാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. പുത്തൻ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. ആധുനികവൽക്കരണം പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതിൽ സ്ത്രീ പുരുഷ സമത്വം പോലുള്ള സാമൂഹ്യ വീക്ഷണങ്ങളുണ്ടായ മാറ്റങ്ങളും കൂടിച്ചേരേണ്ടതുണ്ട്. പരമ്പരാഗത സമൂഹത്തിൽ എന്ത് ചെയ്തു? പുരുഷന്മാർ ജോലി ചെയ്തു, സ്ത്രീകൾ വീട്ടിനുള്ളിൽ കഴിയുക, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല അല്ലെ? ആധുനിക സമൂഹം സ്ത്രീകളുടെ കഴിവുകളെയും ജോലി സ്ഥലങ്ങൾ, അവർക്ക് ജോലിക്ക് പോകുന്നു അല്ലെ, സ്വന്തമായി സമ്പാദിക്കുന്നു, അപ്പൊ നല്ല കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ സമൂഹം എന്ത് ചെയ്യുന്നു? അഭിവൃദ്ധിപ്പെടുന്നതായി കണക്കാക്കുന്നു. അപ്പൊ ഇതെല്ലാം ആധുനികവൽക്കരണത്തിൽ ഉള്ളതാണ്. അടുത്തതാണ് സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ്. ഒരു രാജ്യത്തിന് അതിന്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ചോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വിഭവങ്ങൾ ഉപയോഗിച്ചോ സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണം മെച്ചപ്പെടുത്തും അല്ലെ? അപ്പൊ സെൽഫ് റിലയൻസ്, രാജ്യത്ത് തന്നെ വിഭവങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത വിഭവങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ എന്ത് വരുത്താം? സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും മെച്ചപ്പെടുത്താം. അതാണ് സെൽഫ് റിലയൻസ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയ സമീപനത്തിന് ആണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിക്ക് പ്രാധാന്യം നൽകുന്നത്. ഇന്ത്യയിൽ തന്നെ സാധനങ്ങൾ നിർമ്മിക്കുക, വസ്തുക്കളുടെ ഇറക്കുമതി മാക്സിമം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്വാശ്രയ സമീപനത്തിനാണ് ആദ്യത്തെ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. അതായത് ആ ഒരു 90 കാലഘട്ടം വരെ ഓക്കെ, ഭക്ഷ്യവസ്തുക്കൾ പോലുള്ളവ ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നത് വിദേശ ആശ്രയത്തെ എന്ത് ചെയ്തു? കുറയ്ക്കുവാൻ ഇടയാക്കി. വിദേശാധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ജനത സ്വാശ്രയത്തിന് പ്രാധാന്യം നൽകുന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല, ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, വിദേശ സാങ്കേതിക വിദ്യ, വിദേശ മൂലധനം എന്നിവയിലുള്ള ആശ്രയത്വം നമ്മുടെ നയങ്ങളിലുള്ള വിദേശ ഇടപെടലും അതുവഴി ഇന്ത്യൻ പരമാധികാരത്തിന് പോലും ഭീഷണിയാകുമെന്നും നാം ഭയപ്പെട്ടിരുന്നു ആ കാലത്ത്. ഓക്കെ, എന്താണ് സമത്വം? എന്താണ് ഇക്വിറ്റി എന്നാണ് നോക്കാം. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് എന്തൊക്കെ വേണം? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവ മാത്രമല്ല ഒരു ലക്ഷ്യം കൂടി, എന്താണ്? ഇക്വിറ്റി.
സമത്വം. ഒരു രാജ്യത്ത് ഉയർന്ന സാമ്പത്തിക വളർച്ച ഉണ്ടായാലും ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യ ഉണ്ടായാലും ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിൽ തന്നെ കഴിഞ്ഞാൽ അത് ഒരു സമത്വമാണോ? അല്ല. സാമ്പത്തിക അഭിവൃദ്ധിയുടെ നേട്ടങ്ങൾ എല്ലാവർക്കും ലഭിക്കണം അല്ലേ? അപ്പൊ അത് ദരിദ്ര വിഭാഗങ്ങൾക്ക് കൂടി എന്ത് ചെയ്യണം? ഈ നേട്ടങ്ങൾ ലഭ്യമാകണം. ഓക്കെ, അതാണ് ഒരു ഇക്വിറ്റി, സമത്വം എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനമാണ്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണ, സ്വാശ്രയത്വങ്ങൾക്ക് പുറമെ സമത്വവും പ്രാധാന്യം അർഹിക്കുന്നു. ഇപ്പൊ എല്ലാ കാര്യത്തിലും സമത്വം വേണം അല്ലെ? ഭക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, ആരോഗ്യം, അങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രാപ്തരാവുകയും അങ്ങനെ സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വം കുറച്ചുകൊണ്ട് വരികയും വേണം. അതാണ് സമത്വം. 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലെ ആദ്യ 7 പഞ്ചവത്സര പദ്ധതികൾ കൃഷി, വ്യവസായം, വ്യാപാരം, നമുക്കറിയാം. കൃഷി, വ്യവസായം, വ്യാപാരം എന്നീ മേഖലകളിൽ ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് നടത്തിയ പരിശ്രമം അവ എത്രത്തോളം വിജയിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. 1991 ശേഷമുള്ള നയങ്ങളെ വികസന പ്രശ്നങ്ങളെ കുറിച്ച് നാം പിന്നീട് ചർച്ച ചെയ്യും. അതൊരു ചാപ്റ്റർ ആയിട്ടുണ്ട്. ഇനി അടുത്തത് കൃഷി, അഗ്രികൾച്ചറിനെ കുറിച്ചാണ് ആ സമയത്തുള്ളത്. കോളനി വാഴ്ചക്കാലത്ത് കാർഷിക മേഖല എങ്ങനെയായിരുന്നു? വളരെ മുരടിപ്പായിരുന്നു എന്ന് ഓൾറെഡി നമുക്കറിയാം. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ നയരൂപകർക്ക് ഇത്തരം വിഷയങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇന്ത്യൻ കാർഷിക രംഗത്തെ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ച ഭൂപരിഷ്കരണത്തിലൂടെയും, അല്ലെ, ഭൂപരിഷ്കരണം വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ ഹരിത വിപ്ലവം, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും അവർ ഇത് സാധ്യമാക്കി. ഇപ്പൊ എന്താണ് ഭൂപരിഷ്കരണം, അല്ലെ ലാൻഡ് റീഫോംസ്? സ്വാതന്ത്ര്യ സമയത്ത് ഭൂ അവകാശ വ്യവസ്ഥയുടെ സവിശേഷത എന്നത് സെമീന്ദാർമാർ, ജാഗീർദാർമാർ എന്നീ ഇടനിലക്കാരുടെ സാന്നിധ്യമായിരുന്നു. അവർ എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ അധ്വാനിക്കുന്നവരിൽ നിന്നും, അല്ലെങ്കിൽ കർഷകരിൽ നിന്നും പാട്ടം ചുമത്തി എന്ന് മാത്രമല്ല, കൃഷിസ്ഥലത്തിന്റെ മെച്ചപ്പെടുത്തലിന് യാതൊന്നും ചെയ്തിരുന്നില്ല. കാർഷിക മേഖലയുടെ കുറഞ്ഞ ഉൽപാദനക്ഷമത കാരണം ഇന്ത്യക്ക് എന്ത് ചെയ്തു? അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ ഒരുപാട് ഇറക്കുമതി ചെയ്യേണ്ടി വന്നിരുന്നു. ഓക്കെ, അപ്പം ഈ ടേബിളോട് നോക്കാം. ഉടമസ്ഥാവകാശവും പ്രോത്സാഹനം. കർഷകർ തന്നെയാണ് എന്താണ് കൃഷിഭൂമിയുടെ ഉടമസ്ഥരെങ്കിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ അവർ കൂടുതൽ തൽപരരാണ്. കർഷകർക്ക് ആ ഒരു ഉടമസ്ഥാവകാശമുണ്ട് അല്ലേ? അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കൃഷിഭൂമി അതിൽ അധ്വാനിക്കുന്നവർക്ക് എന്ന നയം. ഓക്കെ, ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിൽ വർദ്ധിക്കുന്ന ഉൽപാദനത്തിൽ നിന്നും അധ്വാനിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു? കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. ഇടനിലക്കാരും ആരുമില്ല. അപ്പൊ അതുകൊണ്ടാണ് കൃഷിഭൂമി അതിൽ അധ്വാനിക്കുന്നവർക്ക് തന്നെ. വർദ്ധിച്ച ഉൽപാദനത്തിന്റെ മെച്ചം ഭൂവുടമകൾ കാണുന്നിരിക്കെ കുടിയാന്മാർക്ക് കൃഷിഭൂമി അഭിവൃദ്ധിപ്പെടുത്താൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. പ്രചോദനം പകരുന്നതിൽ ഉടമസ്ഥാവകാശത്തിന്റെ പ്രാധാന്യം മുൻ സോവിയറ്റ് യൂണിയൻ കർഷകർ എന്ത് ചെയ്തിട്ടുണ്ട്? പഴങ്ങൾ വിൽക്കാൻ അശ്രിതമായി പാക്ക് ചെയ്യുന്ന ഉദാഹരണത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ പഴങ്ങളോടൊപ്പം ഒരേ പെട്ടിയിൽ ചീഞ്ഞ പഴങ്ങളും കർഷകർ പാക്ക് ചെയ്താൽ നല്ല പഴങ്ങളും കേടുവരുമെന്ന് എല്ലാവർക്കും അറിയാം. പഴങ്ങൾ വിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് കർഷകർക്ക് അതൊരു വലിയ നഷ്ടമായി തീരും. തികച്ചും അവരുടെ തന്നെ നഷ്ടത്തിലേക്ക് ഇത്തരം ഒരു പ്രവൃത്തി എന്തിനാണ് സോവിയറ്റ് കർഷകർ ചെയ്യുന്നത്? സോവിയറ്റ് യൂണിയൻ കർഷകർ സ്വന്തമായ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇല്ലാത്തതിനാൽ അവർക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാകുന്നില്ല. ഉടമസ്ഥാവകാശം ഇല്ലാത്തതിനാൽ കർഷകർക്ക് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ പ്രചോദനമൊന്നുമില്ല. വിശാലവും അതിഫല ഭൂയിഷ്ഠവുമായ വിസ്തൃത കൃഷിസ്ഥലം സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിട്ടും കാർഷിക മേഖല മോശം പ്രകടനം കാഴ്ചവെച്ചത് അതുകൊണ്ടാണ്. അപ്പം കർഷകന് സ്വന്തം ഭൂമി, അവർക്ക് ഉടമസ്ഥാവകാശം നൽകുക എന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്തു? അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നൊക്കെ ഒരുപാട് ഇറക്കുമതി ചെയ്യേണ്ടി വന്നു അഗ്രികൾച്ചർ ഫീൽഡിൽ. ഓക്കെ, കാർഷിക മേഖലയിൽ ഒരു സമത്വം കൈവരിക്കുന്നതിന് എന്ത് ആവശ്യമാണ്? ഭൂപരിഷ്കരണം ആവശ്യം. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള പുനർവിതരണമാണ്. ഓക്കെ, ഉടമസ്ഥാവകാശമുള്ള പുനർവിതരണം. സ്വാതന്ത്ര്യം ലഭിച്ച 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഭൂമിയിൽ അധ്വാനിക്കുന്നവരെ എന്ത് ചെയ്യുന്നു? കർഷകരെ ഭൂമിയുടെ ഉടമസ്ഥരാക്കാനുള്ള ശ്രമം നടന്നിരുന്നു. ഇടനിലക്കാരെ ഒഴിവാക്കാനുള്ള നടപടികൾ സർക്കാർ എടുത്തിരുന്നു. വേണ്ടത്ര മൂലധനം ലഭ്യമാക്കിയാൽ ഉടമ അവകാശം ലഭിച്ച ഭൂമിയിൽ അധ്വാനിക്കുന്നവർക്ക് കൃഷിയുടെ പുരോഗതിക്ക് നിക്ഷേപം നടത്താൻ പ്രചോദനം ഉണ്ടാകുന്നതായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, അവർക്ക് ആ ഒരു ഓണർഷിപ്പ് കിട്ടി, അവർക്ക് കുറച്ചുകൂടി നമ്മുടെ സ്വന്തം ഭൂമിയാണ്, നമ്മുടെ സ്വന്തം സ്ഥലമാണ്, അവിടെ നഷ്ടവും ലാഭമല്ല, നമ്മൾ തന്നെ സഹിക്കണം എന്നൊരു റിസ്ക് ഫാക്ടർ കൂടി വരുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടി അതിലേക്ക് ഇൻട്രസ്റ്റ് കാണിക്കും. കാർഷിക മേഖലയിൽ സമത്വം കൊണ്ടുവരുന്നതിനായുള്ള മറ്റൊരു നയമായിരുന്നു എന്താണ്? ഭൂപരിധി നിശ്ചയിക്കൽ. അടുത്തതാണ് ഭൂപരിധി നിശ്ചയിക്കൽ. ഒരു വ്യക്തിക്ക് എന്താണ് ഭൂപരിധി നിശ്ചയിക്കൽ എന്ന് പറയുന്നത്? ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക, അതാണ് ഭൂപരിധി നിശ്ചയിക്കൽ.
ഭൂവുടമസ്ഥത കുറച്ചുപേര് കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ഭൂപരിധി നിർണയത്തിന്റെ ലക്ഷ്യം. ഇടനിലക്കാർ ഒഴിവാക്കപ്പെടുന്നതോടുകൂടി 200 ലക്ഷത്തോളം കുടിയാന്മാർ എന്ത് ചെയ്തു? സെമീന്ദർമാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിതരായി ഗവൺമെന്റുമായി നേരിട്ടുള്ള ബന്ധത്തിൽ വരികയും ചെയ്തു. ഭൂവുടമാവകാശം കുടിയാന്മാരിലേക്ക് കൈമാറ്റം ചെയ്തത് ഒരു പ്രോത്സാഹനം നൽകി. അപ്പൊ ഇടനിലക്കാർ ഒഴിവാക്കപ്പെട്ടതോടുകൂടി 200 ലക്ഷത്തോളം കുടിയാന്മാർ സെമീന്ദർമാരുടെ ചൂഷണത്തിൽ നിന്ന് എന്ത് ചെയ്തു? മോചിതരാവുകയും ഗവൺമെന്റുമായി നേരിട്ടുള്ള ബന്ധത്തിൽ വരികയും ചെയ്തു. അവകാശം കുടിയാന്മാരിലേക്ക് കൈമാറ്റം ചെയ്ത് അവർക്കൊരു പ്രോത്സാഹനമാവുകയും കാർഷിക വളർച്ചയ്ക്ക് ഉതകുകയും ചെയ്തു. എങ്കിലും ഇടനിലക്കാരുടെ ഒഴിവാക്കൽ കൊണ്ട് സമത്വം എന്ന ലക്ഷ്യം മുഴുവനായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ ചില സെമീന്ദർമാർ എന്ത് ചെയ്തെന്നറിയോ? ഈ ഒരു നിയമത്തിന്റെ പഴുത് ഉപയോഗപ്പെടുത്തി അവർ വലിയ ഭൂപ്രദേശ ഉടമസ്ഥരായി. ഭൂ ഉടമകൾ കൃഷിക്കാരെന്ന് അവകാശപ്പെടുകയും യഥാർത്ഥ കുടിയാന്മാരെ കുടിയൊഴിപ്പിച്ച് അവരെ അവകാശം നിലനിർത്തുകയും ചെയ്ത അവസ്ഥകൾ ഉണ്ടായി. അങ്ങനെ ഭൂമിയിൽ അധ്വാനിക്കുന്നവർക്ക് ഉടമസ്ഥാവകാശം ലഭിച്ചെങ്കിലും അതിദരിദ്രരായ കർഷക തൊഴിലാളികൾക്ക്, അതായത് പങ്കകൃഷിക്കാർ, ഭൂമിയില്ലാത്ത തൊഴിലാളികൾ, ഇവർക്കൊന്നും ഭൂപരിഷ്കരണത്തിന്റെ നേട്ടം ലഭിച്ചിരുന്നില്ല. മാത്രമല്ല ഈ വൻകിട ഭൂ ഉടമകൾ എന്ത് ചെയ്തു? ഈ നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്യുകയും നിയമം നടപ്പാക്കുന്നത് വൈകിപ്പിക്കുകയും ചെയ്തു. ഈ കാലവിളംബം, അപ്പൊ കാലതാമസം ഉണ്ടല്ലോ, ആ ഒരു കാലതാമസം ഉപയോഗപ്പെടുത്തി ഇവരെന്ത് ചെയ്തു? ഭൂമി തങ്ങളുടെ അടുത്ത ബന്ധുക്കളുടെ പേരിലാക്കുകയും അങ്ങനെ നിയമ നടപടികളിൽ നിന്നുമൊക്കെ അവർ രക്ഷപ്പെടുകയും ചെയ്തു. നിയമത്തിന്റെ പഴുതുപയോഗിച്ച് അവർ വീണ്ടും വലിയൊരു ഭൂപ്രദേശത്തിന്റെ ജന്മിമാരായിട്ട് തന്നെ മാറി. ഭൂമി അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് എന്ന നയത്തോട് പ്രതിബദ്ധത പുലർത്തിയ ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു. കേരളത്തിലും പശ്ചിമ ബംഗാളിലും ഭൂപരിഷ്കരണം എന്ത് ചെയ്തു? വിജയകരമായി നടത്തി. പക്ഷെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഈ കൈവശ ഭൂമിയുടെ അളവിൽ വലിയ അസന്തുലിതാവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തത് ഹരിത വിപ്ലവം. ഗ്രീൻ റവല്യൂഷൻ. സ്വാതന്ത്ര്യ സമയത്ത് രാജ്യത്തിലെ 75% ജനങ്ങളും കൃഷിയാണ് ആശ്രയിച്ചത്. ഭൂരിഭാഗം കർഷകരും പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നതിനാലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താലും കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വളരെ കുറവായിരുന്നു. ഇന്ത്യൻ കൃഷി എന്ന് പറയുന്ന മൺസൂണിനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. ജലസേചന സൗകര്യം ലഭ്യമല്ലെങ്കിൽ മഴക്കുറവ് കർഷകരെ പ്രയാസത്തിലാക്കിയിരുന്നു. വളരെ കുറച്ച് കർഷകർക്ക് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായിരുന്നുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തൊക്കെ ജലസേചനത്തിനും ഒക്കെ ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതി കാലത്ത് ജലസേചനത്തിനും കൃഷിക്കുമൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു. ഈ ഹരിത വിപ്ലവം നമുക്കറിയാം, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, പ്രത്യേകിച്ച് ഗോതമ്പിന്റെ നെല്ലിന്റെ ഉൽപാദനത്തിലുണ്ടായ വൻ വർധനവായിരുന്നു. ഇങ്ങനെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നത് കൃത്യമായ അളവിൽ രാസവളങ്ങൾ ഉപയോഗിച്ചു, കീടനാശിനികൾ ഉപയോഗിച്ചു, അങ്ങനെ പ്രൊഡക്ഷൻ കൂടി അല്ലെ. അപ്പം ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിൽ നിന്നും കർഷകർക്ക് മെച്ചമുണ്ടാവണമെങ്കിൽ സ്ഥായിയായ ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനി എന്നിവയൊക്കെ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അത്യാവശ്യമാണ്. അങ്ങനെയാണ് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ, അതായത് 60 മുതൽ 70 വരെയാണ് ഒന്നാം കാലഘട്ടം, ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന പഞ്ചാബ്, ആന്ധ്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പരിമിതപ്പെട്ടു. അതിലുപരി അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ്. അപ്പൊ ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ. ഇനി ഹരിത വിപ്ലവത്തിന്റെ, അതുകൊണ്ടാണ് ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നൊക്കെ പറയും. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ 70 മുതൽ 80 വരെയുള്ള ഭാഗത്ത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും സാങ്കേതിക വിദ്യയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും കൂടുതൽ ജൈവവൈവിധ്യമുള്ള വിളകൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തു. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യ എന്ത് ചെയ്തു? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത ഇന്ത്യ കൈവരിച്ചു. നമ്മുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി അമേരിക്കയുടെയോ മറ്റു രാഷ്ട്രങ്ങളുടെയോ
ഇന്ത്യക്ക് വേണ്ടിയും കാത്തു നിൽക്കേണ്ടത്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വളർച്ച പ്രാധാന്യം അർഹിക്കുന്നതാണ്. പക്ഷെ അത് പര്യാപ്തമായിരുന്നില്ല. ഈ ഉൽപാദന വർധനവിന്റെ വലിയൊരു ഭാഗം എന്ത് ചെയ്തു? വിപണികളിൽ വിൽക്കാതെ കർഷകർ തന്നെ സ്വയം ഉപഭോഗം നടത്തിയാൽ അത് എന്ത് ചെയ്യും? ദേശീയ വരുമാന കണക്കിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കിയില്ല. കാരണം ഇത് വിപണിയിലേക്ക് പോകണം, മാർക്കറ്റിലേക്ക് പോകുമ്പോഴാണ് ദേശീയ വരുമാനത്തിൽ വർധന വരുന്നത്. നേരെ മറിച്ച് വർദ്ധിച്ച കാർഷിക ഉൽപാദനത്തിന്റെ ഏറിയ പങ്ക് വിപണികൾ വിറ്റഴിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? അത് ദേശീയ വരുമാന കണക്കിൽ വർധനവുണ്ടാക്കുന്നു. കർഷകർ വിപണിയിൽ വിൽക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിന്റെ ഭാഗമാണ് നമ്മൾ കമ്പോള മിച്ചം എന്ന് പറയുന്നത്. കർഷകർ വിപണിയിൽ വിൽക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിന്റെ ഭാഗമാണ് മാർക്കറ്റഡ് സർപ്ലസ് അല്ലെങ്കിൽ കമ്പോള മിച്ചം. ഹരിത വിപ്ലവത്തിന്റെ സമയത്ത് ഉൽപ്പാദിപ്പിച്ച അരിയുടെയും ഗോതമ്പിന്റെയും നല്ലൊരു ഭാഗം കർഷകർ വിപണിയിൽ വിറ്റു. തൽഫലമായി മറ്റു ഉപഭോഗ വസ്തുക്കളെ അപേക്ഷിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തരാണ്. അങ്ങനെ ഭക്ഷ്യധാന്യങ്ങളുടെ വില എന്ത് ചെയ്തു? കുറഞ്ഞു. വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം എന്ത് ചെയ്തു? ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്ന താഴ്ന്ന വരുമാനക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിലുണ്ടായ കുറവ് വളരെ പ്രയോജനകരമായ. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ആവശ്യമായ ധാന്യശേഖരം ഉണ്ടാക്കുന്നതിന് ഹരിത വിപ്ലവം ഗവൺമെന്റിനെ സഹായിച്ചു. ഹരിത വിപ്ലവം രാഷ്ട്രത്തിന് വലിയ നേട്ടം ഉണ്ടാക്കിയെങ്കിലും ഇതിനുപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായിരുന്നില്ല. അപ്പോൾ സാങ്കേതിക വിദ്യ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ ഒരു പരിണത ഫലം ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു എന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിൽ അന്തരം വർദ്ധിപ്പിച്ചു. ആവശ്യ നിവേശങ്ങളുടെ ചിലവ് വഹിക്കാൻ കഴിവുണ്ടായിരുന്നത് വൻകിട കർഷകർക്കായിരുന്നതിനാൽ ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ ലാഭം കൊയ്തത് വൻകിട കർഷകരാണ്. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നതിനാൽ ഇത്തരം സാങ്കേതിക വിദ്യ സ്വീകരിച്ച ചെറുകിട കർഷകർക്ക് കീടാക്രമണം ഉണ്ടായാൽ എല്ലാം നഷ്ടമാകുമായിരുന്നു. ഓക്കെ, സർക്കാർ സ്വീകരിച്ച നടപടികൾ മൂലം ഇത്തരം ഭയമെല്ലാം കുറയ്ക്കാൻ എങ്ങനെയാണ് സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുകിട കർഷകർക്ക് ആവശ്യ നിവേശങ്ങൾ ലഭ്യമാക്കുന്നതിന് ഗവൺമെന്റ് സബ്സിഡി നിരക്കിൽ രാസവളം നൽകുകയും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുകയും ചെയ്തു. തൽഫലമായി ചെറുകിട കർഷകർക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നേടാൻ കഴിഞ്ഞതിനാൽ കാലക്രമേണ ചെറുകിട നിലങ്ങളുടെ ഉൽപാദനക്ഷമത വൻകിട വിള നിലങ്ങളുടേത് തുല്യമായി. അതായത് കീടാക്രമണം ഒന്നും ഉണ്ടായില്ല, അവർക്ക് ഈ വഴി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിച്ചു, അല്ലേ? നല്ല നല്ല കീടനാശിനികളും രാസവളങ്ങളും ഒക്കെ വാങ്ങിക്കാൻ സാധിച്ചപ്പോൾ അപ്പോൾ ചെറുകിട കർഷകരും അവർക്കും ലാഭം കിട്ടിത്തുടങ്ങി. ഇതിന്റെ ഫലമായി ഹരിത വിപ്ലവത്തിന്റെ പ്രയോജനം എല്ലാവർക്കും, വൻകിടക്കാർക്കും ചെറുകിടക്കാർക്ക് ലഭ്യമായി. പൊതുമേഖലാ ഗവേഷണ സ്ഥാപനങ്ങൾ നൽകിയ സേവനങ്ങൾ കീടാക്രമണം മൂലമുണ്ടാകുന്ന ചെറുകിട കർഷകരുടെ നഷ്ടസാധ്യത ഗണ്യമായി കുറച്ചു. അവർക്ക് സാങ്കേതിക വിദ്യയുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിനാൽ ഗവൺമെന്റുകൾ തങ്ങളുടെ പങ്ക് വഹിക്കാത്ത സാഹചര്യത്തിലാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രയോജനം ധനിക കർഷകർക്ക് മാത്രം പരിമിതപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗവൺമെന്റ് തക്ക സമയത്ത് അത് പ്രവർത്തിച്ചപ്പോൾ എന്ത് ചെയ്തു? ചെറുകിട കർഷകർക്കും അതിന്റെ പ്രയോജനം ലഭിച്ചു. അടുത്ത സബ്സിഡി ഒരു സംവാദം. സബ്സിഡിയുടെ സാമ്പത്തിക ന്യായീകരണം ഇന്നൊരു ചൂടേറിയ ചർച്ചാ വിഷയമാണ്. കർഷകർക്ക് പൊതുവിലും ചെറുകിട കർഷകർക്ക് പ്രത്യേകിച്ചും അത്യുൽപാദന മേന്മയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പ്രോത്സാഹനം നൽകേണ്ടത് സബ്സിഡി അനിവാര്യമാണെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ, പുതിയ യന്ത്രങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനൊക്കെ അവർക്ക് സബ്സിഡി അനിവാര്യമാണ്. കർഷകർ എല്ലാം പുത്തൻ സാങ്കേതിക വിദ്യ അപകട സാധ്യത ഉള്ളതായി കാണുന്നു. ആയതിനാൽ കർഷകരെ എന്ത് ചെയ്യുന്നു? ഈ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് സബ്സിഡി നൽകേണ്ടത് ഒരു ആവശ്യമാണ്. ഒരിക്കൽ സാങ്കേതിക വിദ്യ ലാഭകരമായി കഴിഞ്ഞാൽ വ്യാപകമായി സ്വീകരിക്കപ്പെട്ടതാണെങ്കിലും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയതുകൊണ്ട് സബ്സിഡികൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കണമെന്ന് ചില സാമ്പത്തിക ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. കർഷകർക്ക് പ്രയോജനകരമാകാനാണ് സബ്സിഡികൾ നൽകുന്നതെങ്കിലും രാസവള വ്യവസായവും സബ്സിഡി പ്രയോജനപ്പെടുത്തുന്നുണ്ട്.
പൊതുവിൽ സാമ്പത്തിക അഭിവൃദ്ധി നേടിയ മേഖലകളിലാണ് കർഷകരാണ് സബ്സിഡികൾ കാര്യമായി പ്രയോജനപ്പെടുത്തുന്നത്. അതിനാൽ രാസവള സബ്സിഡികൾ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന വാദവുമുണ്ട്. കാരണം സബ്സിഡി ലക്ഷ്യം വയ്ക്കുന്ന വിഭാഗത്തിന് പ്രയോജനകരമാവുന്നില്ലെന്ന് മാത്രമല്ല ഗവൺമെന്റിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു. മറുഭാഗത്ത് ഇന്ത്യയിൽ കൃഷിയിൽ നഷ്ടസാധ്യതയുള്ളതിനാൽ കാർഷിക സബ്സിഡി തുടരണമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഭൂരിഭാഗം കർഷകരും ദരിദ്രരാണ്. സബ്സിഡി കൂടാതെ അവരെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല അല്ലെ. സബ്സിഡി ഒഴിവാക്കുന്നത് ധനിക കർഷകരും സബ്സിഡി ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും? ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിൽ അസമത്വം വർദ്ധിക്കുകയും സമത്വം എന്ന ലക്ഷ്യത്തിന് എതിരാവുകയും ചെയ്യുന്നു. സബ്സിഡികൾ പ്രയോജനകരമാവുന്നത് വൻകിട കർഷകർക്കും രാസവള വ്യവസായത്തിനുമാണെങ്കിൽ സബ്സിഡി ഒഴിവാക്കലല്ല ശരിയായ നയമെന്നും ദരിദ്ര കർഷകർ സബ്സിഡിയുടെ നേട്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന നടപടികൾ എടുക്കുകയാണ് വേണ്ടതെന്ന് ഈ വിദഗ്ധർ വാദിക്കുന്നു. 1960കളുടെ അവസാനത്തോടുകൂടി ഇന്ത്യയിലെ കാർഷിക ഉൽപാദനക്ഷമത വർധന ഭക്ഷ്യധാന്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സഹായകരമായി. ഇത് അഭിമാനിക്കേണ്ട ഒരു നേട്ടമാണ്. എന്നാൽ 1990കളുടെ അവസാനത്തിൽ പോലും രാജ്യത്തിന് 65% ജനങ്ങളും എവിടെയായിരുന്നു? കാർഷിക മേഖലയിൽ തന്നെ തൊഴിലിനെ ആശ്രയിച്ചു. കാരണം ഒരു രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിനനുസരിച്ച് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലേക്കുള്ള കാർഷിക മേഖലയിൽ നിന്നുള്ള സംഭാവന അനുപാതവും എന്ത് ചെയ്യണം? കൂടണം. ജോലി ചെയ്യുന്ന ജനങ്ങളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പൊതുവിൽ നിരീക്ഷിച്ചാണ്. 91 കാലഘട്ടങ്ങളായപ്പോൾ കൃഷിയിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. ഇന്ത്യയിൽ 1950നും 90നും ഇടയ്ക്ക് കാർഷിക മേഖലയുടെ സംഭാവന എങ്ങനെയായിരുന്നു? മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ അനുപാതം എന്ന നിലയിൽ ഗണ്യമായി കുറഞ്ഞു. കൃഷിയിൽ നിന്നുള്ള ഒരു GDP-യിലേക്കുള്ള സംഭാവന കുറഞ്ഞു. പക്ഷെ കാർഷിക മേഖലയെ ജനങ്ങൾ എന്തിനെ ആശ്രയിക്കുന്നു? ജോലിക്കായിട്ട് കൂടുതൽ ആശ്രയിക്കുന്നു. പക്ഷെ കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നില്ല. അപ്പൊ അവര് കൃഷിയിൽ നിന്ന് ദേശീയ വരുമാനത്തിലേക്കുള്ള ഒരു സംഭാവന കുറഞ്ഞെങ്കിലും ജനങ്ങൾ കൂടുതലായിട്ടും കാർഷിക മേഖലയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അത് ചെറിയൊരു കുറവ് വന്നൊന്നും മാത്രമല്ല. 50-ൽ 67.5% നിന്നും 90 ആയപ്പോഴേക്കും 64%. ചെറിയൊരു വിഭാഗം മാത്രം ജോലി ചെയ്താൽ പോലും വളർച്ച ഉണ്ടാകുമായിരുന്ന കാർഷിക മേഖലയിൽ എന്തുകൊണ്ടാവാം വലിയൊരു വിഭാഗം ജനങ്ങൾ തൊഴിൽ ചെയ്യേണ്ടി വരുന്നത്? കാർഷിക മേഖലയിൽ ജോലി ചെയ്തിരുന്നവരെ ഉൾക്കൊള്ളാൻ സേവന വ്യാവസായിക മേഖലകൾക്കായില്ല എന്നതാണ് ഇതിന് ഉത്തരം. അതുകൊണ്ട് അവർ കാർഷിക മേഖലയിൽ തന്നെ നിന്നു. അപ്പം അതിനൊരു കാരണമായിട്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത് 1950 മുതൽ 90 വരെ നാം പിന്തുടർന്ന നയങ്ങളുടെ പരാജയമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. അപ്പൊ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. വിലകൾ എന്ന സൂചനകൾ. വിലകൾ വസ്തുക്കളുടെ ലഭ്യതയെക്കുറിച്ചുള്ള സൂചനകളാണ്. ഒരു വസ്തുവിന് ദൗർലഭ്യമുണ്ടെങ്കിൽ അതിന്റെ വില എന്ത് ചെയ്യും? വർദ്ധിക്കും. അത് ഉപയോഗിക്കുന്നവർക്ക് വിലയുടെ അടിസ്ഥാനത്തിൽ ആ വസ്തു കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പ്രചോദനമാവുകയും ചെയ്യാറുണ്ട്. ജലലഭ്യതയിൽ ഉണ്ടാകുന്ന കുറവ് മൂലം അതിന്റെ വില ഉയരുകയാണെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ ശ്രദ്ധയോടെ ജലം ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് പ്രചോദനമാകും. കാരണം അതിന് വില കൂടുതലാവും. ജല ഉപയോഗം കുറയ്ക്കുന്നതിനായി അവർ തോട്ടം നനയ്ക്കുന്നത് നിർത്തിയേക്കാം. പെട്രോളിന്റെ വില വർദ്ധിക്കുമ്പോൾ നാം പരാതിപ്പെടുകയും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. പക്ഷെ വർദ്ധിക്കുന്ന വില കാണിക്കുന്നത് അതിന്റെ എന്തിനെയാണ്? ദൗർലഭ്യത്തെയാണ്. അപ്പം നമ്മളതിന്റെ യൂസ് കുറയ്ക്കണം. ഒരു വസ്തുവിന്റെ വിലയിൽ നിന്നും അതിന്റെ ലഭ്യതയെ സംബന്ധിച്ച സൂചന നമുക്ക് ലഭിക്കുന്നു. അതായത് വില കൂടുന്നു മീൻസ് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു കൊമോഡിറ്റിക്ക് എന്താണ്? ദൗർലഭ്യമാണ്. വൈദ്യുതി, ജലം എന്നിവ സബ്സിഡി നിരക്കിലോ സൗജന്യമായി നൽകുമ്പോൾ അവയുടെ ദൗർലഭ്യം പരിഗണിക്കാതെ പാഴാക്കി കളയാൻ സാധ്യതയുണ്ട്. ജല ദൗർലഭ്യമുള്ള പ്രദേശമാണെങ്കിലും ജലം സൗജന്യമായി നൽകിയാൽ കർഷകർ അത് ദുരുപയോഗം ചെയ്യുന്നു. ജല ദൗർലഭ്യത്തിന് അനുസൃതമായ വിലയാണ് ജലത്തിന് ചുമത്തിയിരുന്നെങ്കിൽ അത്തരം പ്രദേശം യോജിച്ച വിളകൾ കർഷകരോടെ കൃഷി ചെയ്യുമായിരുന്നു. രാസവള കീടനാശിനി സബ്സിഡികൾ പരിസ്ഥിതിക്ക് വിനാശകരമായേക്കാവുന്ന രീതിയിൽ വിഭവങ്ങളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും. ഇപ്പൊ സബ്സിഡി കാര്യങ്ങളൊക്കെ വഴി ഇങ്ങനെ ഒരു കാര്യം കൂടുതലായിട്ട് ലഭിക്കുമ്പോൾ അതിന്റെ ദുരുപയോഗത്തിന് കാരണമാകും. അങ്ങനെ സബ്സിഡികൾ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് സമൂഹത്തിൽ കൊണ്ടുവരും. സബ്സിഡികൾ വിഭവങ്ങൾ പാഴാക്കുന്ന രീതിയിലുള്ള ഉപയോഗത്തിന് പ്രേരകമാകുന്നു. പ്രചോദനം എന്ന നിലയിൽ സബ്സിഡിയെ കണ്ടുകൊണ്ട് കർഷകർക്ക് സൗജന്യ വൈദ്യുതി നൽകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ബുദ്ധിപരമാണോ എന്ന്
ചിന്തിക്കുക. അപ്പോൾ സബ്സിഡി വഴി ഇതൊക്കെ ലഭിക്കുമ്പോൾ അത് ദുരുപയോഗം ചെയ്യപ്പെടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഇത് വ്യവസായവും വ്യാപാരം, ഇൻഡസ്ട്രി ആണ്. ദരിദ്ര രാഷ്ട്രങ്ങൾ പുരോഗതി പ്രാപിക്കണമെങ്കിൽ നല്ലൊരു വേണം, വ്യാവസായിക വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാകൂ. വ്യവസായ മേഖല കാർഷിക മേഖലയേക്കാൾ സ്ഥിരമുള്ള തൊഴിൽ നൽകുകയും ആധുനികവൽക്കരണത്തെയും മൊത്ത അഭിവൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വ്യവസായ മേഖല കൂടുതൽ തൊഴിലവസരങ്ങൾ, സ്ഥിരതയുള്ള തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു. അതുപോലെ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, അതുപോലെ അഭിവൃദ്ധിയും അവയുടെ മൊത്തം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മൊത്തം അഭിവൃദ്ധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ വെളിച്ചത്തിലാണ് പഞ്ചവത്സര പദ്ധതികൾ വ്യവസായ വികസനത്തിന് ഊന്നൽ നൽകുന്നത്. സ്വാതന്ത്ര്യം നേടിയ കാലത്ത് വ്യാവസായിക വൈവിധ്യവൽക്കരണം തീരെ കുറവായിരുന്നു എന്നും പരുത്തി, ചണ എന്നിവയിൽ മാത്രം ആണ് പരുത്തി മില്ലുകളും ചണ മില്ലുകളും ആയിരുന്നു ഇന്ത്യയിൽ കൂടുതൽ. ജംഷഡ്പൂരിലും കൊൽക്കത്തയിലുമേ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഉണ്ടായിരുന്നു. പക്ഷെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് വ്യാവസായ അടിത്തറ വിപുലപ്പെടുത്തേണ്ടതിന് വൈവിധ്യപൂർണമായ വ്യവസായങ്ങൾ വേണം. അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ വ്യവസായങ്ങൾ കുറവായിരുന്നു. ഇന്ത്യൻ വ്യവസായ വികസനത്തിൽ പൊതുമേഖലയും സ്വകാര്യ മേഖലയും എന്തെല്ലാം ചെയ്തു? ഇന്ത്യയുടെ വ്യവസായ വികസനത്തിൽ അപ്പം അവരുടെ പങ്ക് നോക്കാം. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യൻ വ്യവസായികൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമായ വ്യാവസായിക സംരംഭങ്ങൾക്കായി നിക്ഷേപം നടത്താൻ ആവശ്യമായ മൂലധനം ഉണ്ടായിരുന്നെങ്കിലും വികസന പദ്ധതികൾ ഏറ്റെടുക്കാനും ഉൽപാദനം നടത്താനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വിപുലമായ കമ്പോളം ഇല്ലായിരുന്നു. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വെച്ചതുപോലെ സോഷ്യലിസ്റ്റ് രീതിയിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ വികസിപ്പിക്കുക എന്നത് സർക്കാർ തന്നെ സമ്പദ്ഘടനയെ മുഖ്യമായി നിയന്ത്രിക്കുക എന്ന നയത്തിലേക്ക് എത്തിച്ചു. സമ്പദ്ഘടനയിൽ പരമപ്രധാന വ്യവസായങ്ങളെ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാക്കുക എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. പ്രധാനപ്പെട്ട വ്യവസായങ്ങളെല്ലാം സർക്കാർ നിയന്ത്രണത്തിൽ. പൊതുമേഖല ഒരു മാർഗ നിർദ്ദേശിയായതിനാൽ സ്വകാര്യ മേഖലയുടെ നയങ്ങൾ പൊതുമേഖലയുടേതിന് പൂരകമാവേണ്ടതുണ്ട്. പൊതുമേഖലയുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കണം. അതാണ്. അടുത്ത വ്യാവസായിക നയപ്രമേയം 1956. വ്യാവസായിക നയപ്രമേയം 1956. സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിന് അനുസൃതമായി 1956 പുതിയ വ്യാവസായിക നയം അംഗീകരിക്കുന്നത്. സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുവാൻ ഒരു സോഷ്യലിസ്റ്റ് ഘടന നിർമ്മിക്കാൻ അവർ പരിശ്രമിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഇതൊരു അടിത്തറയായി. അപ്പൊ കാലഘട്ടം നോക്കണം. 1956 രണ്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങാൻ പോവാണ്. പ്രസ്തുത പ്രമേയം വ്യവസായങ്ങളെ 3ആയി തരംതിരിച്ചു. ഈ ഒരു വ്യാവസായിക നയപ്രമേയം വ്യവസായങ്ങളെ 3ആയി തരംതിരിച്ചു. എന്തൊക്കെയാണ്? സർക്കാരിന്റെ മാത്രം ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ, അത് 1ാം വിഭാഗത്തിൽ. അടുത്തത് പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള മുഴുവൻ ഉത്തരവാദിത്വം സർക്കാരിൽ നിക്ഷിപ്തമായതും അത്തരത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന സ്വകാര്യ വ്യവസായങ്ങളും രണ്ടാമത്തെ വിഭാഗത്തിലുണ്ട്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ വിഭാഗത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന സ്വകാര്യ വ്യവസായങ്ങൾ. അവശേഷിക്കുന്ന സ്വകാര്യ മേഖലയിലുള്ള വ്യവസായങ്ങൾ 3ാമത്തെ വിഭാഗത്തിൽ. അങ്ങനെ 3ആയിട്ട് തിരിക്കുന്നു. ഒരു വിഭാഗം വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തെങ്കിലും ആ മേഖല സർക്കാർ നിയന്ത്രണത്തിന് വിധേയമായിരുന്നു. സർക്കാർ നിയന്ത്രണം നന്നായിട്ടുണ്ടായിരുന്നു. സർക്കാരിൽ നിന്ന് ലൈസൻസ് ലഭിച്ചില്ലെങ്കിൽ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ ലൈസൻസിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഈ നയം പിന്നോക്ക മേഖലയിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായകമായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലയിലാണ് വ്യവസായം തുടങ്ങുന്നതെങ്കിൽ ലൈസൻസ് ലഭിക്കുക എളുപ്പമായിരുന്നു. ഓക്കെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലയിലാണെങ്കിൽ പെട്ടെന്ന് ലൈസൻസ് ലഭിക്കും. അതിനു പുറമെ അത്തരം വ്യവസായശാലകൾക്ക് എന്തൊക്കെ കൊടുക്കും? കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി, കുറഞ്ഞ നികുതി എന്നിങ്ങനെ ഇളവുകൾ നൽകിയിരുന്നു. എങ്ങനെയാണെങ്കിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലയിൽ പ്രാദേശിക സന്തുലിതാവസ്ഥ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. പ്രാദേശിക സന്തുലിതാവസ്ഥ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു പ്രസ്തുത നയത്തിന്റെ ലക്ഷ്യം. അടുത്തത് ഉൽപാദനത്തിന്റെ വൈവിധ്യവൽക്കരണത്തിനോ, അതായത് ഒരുപാട്
എന്താണ് പുതിയ തരം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒത്തിരി ചോയ്സ് ഇല്ല നമുക്ക്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതിനോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനോ നിലവിലുള്ള വ്യവസായങ്ങൾക്ക് പോലും ലൈസൻസ് ആവശ്യമായിരുന്നു. അപ്പൊ ഒരു ഒരു ക്വാണ്ടിറ്റിയിൽ പോലും ആ ഒരു ലൈസൻസിങ് ബാധകമായിരുന്നു. സമ്പദ്ഘടനയ്ക്ക് ആവശ്യമുള്ള അളവിൽ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിരുന്നു ഇത്. ചരക്കുകൾ കൂടുതൽ അളവിൽ സമ്പദ്ഘടനയിൽ ആവശ്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ലൈസൻസ് നൽകിയിരുന്നുള്ളൂ.